എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമ്പദ് സമൃദ്ധിയോടെയും ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം. എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ 222 പോർട്ടൽ ഓപ്പണിങ്ങിനെ കുറിച്ചാണ്. സോ പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താ ഈ 222 പോർട്ടൽ ഓപ്പണിംഗ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ആക്ച്വലി. 2 2 2. അപ്പോൾ ഈ 2 സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി 2 മാസത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് 2ആണ്. രണ്ടാമത് 22 തീയതി. അപ്പോൾ 22-ന് 2 അങ്ങനെ 3 നമ്പർ ഒരുമിച്ച് വരുമ്പോഴാണ് 222 പോർട്ടൽ ഓപ്പണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 222 ഏഞ്ചൽ നമ്പർ പോർട്ടൽ ഓപ്പണിങ്ങിൽ മാനിഫെസ്റ്റേഷൻസ് വളരെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ടോ അത്രമാത്രം വേഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ എനർജി ലെവൽ വളരെ ഹൈ ആയിരിക്കും, വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ റിപ്ലൈ കിട്ടും. അതുമാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ മാസം 26 തീയതി മഹാശിവരാത്രിയാണ്. ഒരുപാട് ജനങ്ങൾ, ഒരുപാട് വിശ്വാസികൾ ഈ ശിവരാത്രിയിൽ വ്രതമെടുത്ത് ആ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ച്, ആ ഒരു ദൈവത്തെ വിശ്വസിച്ച് ലയിച്ചിരിക്കുന്ന ദിനവും കൂടെയാണ് ഈ ഫെബ്രുവരിയിൽ 26 നടക്കുന്നത്. അത് കുറച്ച് ആൾക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അങ്ങനെയല്ല, പക്ഷെ കോമൺലി എല്ലാ ആൾക്കാർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു എനർജി ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 222 ഏഞ്ചൽ നമ്പർ പോർട്ടൽ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും എന്തുകൊണ്ട് 2222 അല്ലെങ്കിൽ 222 എന്ന ഏഞ്ചൽ നമ്പർ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്, ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. സോ വീഡിയോ മുഴുവനും കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ, വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. എന്നും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോട്ടിവേഷൻസ്, അതുപോലെ മോട്ടിവേഷൻ മോർണിംഗ് മെസ്സേജസ്, ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ള ഫ്രീ സെഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഒട്ടും വൈകിക്കേണ്ട. നിങ്ങളുടെ ട്രൈബ് മാറ്റിയാൽ നിങ്ങളുടെ വൈബ് മാറും. നിങ്ങളുടെ വൈബ് മാറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഇനിയും സപ്പോർട്ട് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും കൂടുതൽ നല്ല വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 222 പോർട്ടൽ ഓപ്പണിങ്ങിൽ ഏറ്റവും ഒരു വലിയ പ്രത്യേകത പറയുന്നത്, യൂണിവേഴ്സിൽ ആ സമയത്തുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവലിലും വലിയ വ്യത്യാസം ഉണ്ടാവും. ഈ സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയും, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ പവറിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ യൂണിവേഴ്സിൽ നിന്നുള്ള ആ ഒരു ബ്ലെസ്സിങ്സും അതുപോലെ യൂണിവേഴ്സിൽ നിന്നുള്ള എനർജിയും എല്ലാം കൂടെ നമുക്ക് അലൈൻമെൻറ്റിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ദിവസമാണ് ഈ 222 പോർട്ടൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഈ 222 എന്ന് പറയുമ്പോൾ ഏഞ്ചൽ നമ്പറിൽ നമുക്ക് ഡിവൈനുമായിട്ട് കറക്റ്റായിട്ട് കണക്റ്റ് ആകുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് ഇങ്ങോട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറായിട്ട് സൂചിപ്പിക്കുന്നു 222. അതുപോലെ നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പർ 222 റീസെൻ്റായിട്ട് ഇടയ്ക്കിടെ കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ എൻ്റെ ഏഞ്ചൽസ് എപ്പോഴും ഉണ്ട്. നിന്നെ വഴി നയിക്കാനും അല്ലെങ്കിൽ വഴി തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏഞ്ചൽ എപ്പോഴും ഉണ്ട് എന്നും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവാനോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ബ്രേക്കപ്പ് സംഭവിക്കാനോ, ആ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് പുതിയൊരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിനോ 222 സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 222-ന് ഒരുപാട് മീനിങ് ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 222 കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 222 പോർട്ടൽ ഓപ്പണിങ്ങിൽ കുറച്ച് ആചാരങ്ങളുണ്ട്, അല്ലെങ്കിൽ റിച്വൽസ് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ കുറച്ച് റിച്വൽസ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാനിഫെസ്റ്റേഷനിൽ കുറച്ചുകൂടെ വളരെ പവർഫുള്ളായിട്ട്
ഒരു ഫ്ലോ ഓഫ് എനർജി ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ദിവസവും രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്തോളൂ, അത് നല്ല കാര്യം. ഇനി മെഡിറ്റേഷൻ ഇതുവരെയും ചെയ്യാത്ത ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെയും വൈകുന്നേരവും ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മെഡിറ്റേഷനിലേക്ക് ഫോക്കസ്ഡ് ആവണം. മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വളരെ സാവധാനവും ആഴമേറിയ ശ്വാസം എടുത്ത് നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതലും ശ്വാസത്തിൽ ശ്രദ്ധിക്കും. നിങ്ങൾ മറ്റു പല ചിന്തകളിൽ നിന്നും മാറി കുറച്ചും കൂടെ നിങ്ങളിലേക്ക് നിങ്ങൾ അവെയർ ആവും. അപ്പോൾ ഓരോ ശ്വാസത്തിൻ്റെ ഋതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഓരോ ശ്വാസത്തിൻ്റെ ഋതം അനുസരിച്ച് കൂടുതൽ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പം നമ്മുടെ തോട്ട്സിൽ അവെയർ ആവും. അതുപോലെ ആവശ്യത്തിൽ എത്രയാണോ നമുക്ക് ശ്വാസം ശരീരത്തിലേക്ക് വേണ്ടത്, രക്തത്തിലേക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ ഓക്സിജൻ വേണ്ടത്, അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സെൻസേഷൻസ് കുറച്ചും കൂടെ അധികമായിട്ട് ഓപ്പണിംഗ് ആവും. മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കൂടുതൽ ഗ്രൗണ്ടഡ് ആകുമ്പോൾ നമ്മൾ ലിവ് ഇൻ ദ പ്രസൻറ്റിലേക്ക് വരും, ഈ നിമിഷത്തിലേക്ക് വരും. കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യത്തിലേക്കല്ല, രണ്ടും വിട്ട് ഈ നിമിഷത്തിൽ നമ്മൾ വരുന്നുണ്ട്, ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. സോ വി വിൽ ബി ഇൻ ലിവ് ഇൻ ദ പ്രസൻറ്റിലാവും. അപ്പോൾ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്? ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക, ആ സ്ഥലത്തിരിക്കുക, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക, ആഴമേറിയ ശ്വാസം ഉള്ളിലേക്കും അതുപോലെ പൂർണ്ണമായും ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്കും വിടുക. എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന ആ ശ്വാസം മൂക്കിലൂടെ ശ്വാസനാളത്തിലൂടെ ആ ശ്വാസകോശത്തിൽ പോകുന്നതും ആ ശ്വാസകോശം വികസിക്കുന്നതും അതൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇത് മിനിമം 5 മിനിറ്റെങ്കിലും ചെയ്യുക. ഓൾറെഡി പറഞ്ഞു, നമ്മൾ എപ്പോഴാണോ മൈൻഡ്ഫുൾനെസ്സിൽ വന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ലിവ് ഇൻ ദ പ്രസൻറ്റിലേക്ക് വരുന്നത്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ സെൽഫുമായിട്ടും യൂണിവേഴ്സുമായിട്ടും അലൈൻമെൻറ്റിൽ വരാൻ പറ്റും. അപ്പോൾ എനർജിയുടെ ഫ്ലോ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. കോൺഷ്യസ് ആയിട്ടുള്ള ബ്രീത്തിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ആൽഫ ബ്രെയിൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ വരും. അത് നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ വളരെ വേഗം നമുക്ക് കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ റിച്വൽ പറയാം, കുറച്ചും കൂടെ ഈസി ആയിട്ടും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളതാണ്. നിങ്ങളൊരു ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് ആ ബുക്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട 22 ബ്ലെസ്സിങ്സ്, ഇവിടെ എഴുതാനത് എന്താ, നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ച അനുഗ്രഹങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ എഴുതുന്നത്. നിങ്ങളുടെ ബേസിക് തിങ്സ് അച്ചീവ് ചെയ്തതാവാം, അല്ലെങ്കിൽ പണത്തെ അച്ചീവ് ചെയ്തതിൻ്റെ കാര്യമാവാം, ജോലിയുടെ കാര്യമാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാവാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവുന്നത്, അതിൽ 22 കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, വെറുതെ എഴുതി വയ്ക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ എൻ്റയർ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള 22 ബ്ലെസ്സിങ്സ് ആണ് ആ പേപ്പറിൽ നമ്മൾ എഴുതുന്നത്. എത്രത്തോളം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് തന്നെ എഴുതുക. ചിലപ്പോൾ നിങ്ങൾ ആനന്ദ കണ്ണീര് വരുന്നുണ്ടാവും, ദാറ്റ്സ് ഓക്കെ, വന്നോട്ടെ. ഗ്രേറ്റ്ഫുൾ ആകുമ്പം അത്രത്തോളം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പറയുന്ന നന്ദിയാണ് എങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ഇമോഷണൽ ആവും. അപ്പോൾ എന്തുകൊണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അത്ര വേഗം നിങ്ങൾക്ക് അലൈൻമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും. സൂചിപ്പിച്ചത് നിങ്ങളെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചാനലാണ് ഈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വൈബ്രേഷൻ ഏറ്റവും വേഗത്തിൽ ഉയർത്താൻ സാധിക്കുന്ന ഒരു വേയും കൂടെയാണ് ദ വേ ഓഫ് നന്ദി പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആകുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നുണ്ടോ അപ്പോഴൊക്കെ പ്രപഞ്ചം മനസ്സിലാക്കുന്നത് കിട്ടിയതിനൊക്കെ നന്ദി പറയുന്നുണ്ട്. സോ ഇതാണ് ആ വ്യക്തി ആഗ്രഹിച്ചത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ ഈ ആള് ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഈ ആള് യോഗ്യനാണെന്ന് പ്രപഞ്ചത്തിന് മനസ്സിലാവും. സോ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് എന്താ, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങൾ കൊടുക്കുന്നു, നന്ദി പറയുന്നുണ്ട്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കൂടുതൽ ബ്ലെസ്സിങ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം നിങ്ങൾ നന്ദി പറയണ്ടോ അത്രത്തോളം അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദ മോർ യു ഗ്രേറ്റ്ഫുൾ ആൻഡ് ദ മോർ അബൻസ് യു വിൽ അട്രാക്റ്റ്. സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടോ അത്രമാത്രം നിങ്ങൾ ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിൽക്കും. നിങ്ങൾ എത്രമാത്രം ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിൽക്കണ്ടോ അത്രമാത്രം ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3D വേൾഡിൽ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകാം നമുക്ക്. ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട ഒരു 2-3 ആഗ്രഹം ഉണ്ടല്ലോ, ആ 2-3 ആഗ്രഹം എടുക്കുക, അത് ഡെഡ് ലൈൻ ഇടുക. അടുത്ത 3 മാസം, അടുത്ത 6 മാസം, അടുത്ത 1 വർഷം, ഈ 3 തലങ്ങളിൽ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഒന്നും കൂടെ പറയാം, നിങ്ങൾ ടോട്ടൽ 3 ആഗ്രഹങ്ങൾ സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഒരു ആഗ്രഹം 3 മാസം ഡെഡ് ലൈൻ ഇടുക, രണ്ടാമത്തെ ഒരു ആഗ്രഹം 6 മാസം ഡെഡ് ലൈൻ ഇടുക, മൂന്നാമത്തെ ഒരു ആഗ്രഹം 1 വർഷത്തെ ഡെഡ് ലൈൻ ഇടുക. എന്ന് പറയുമ്പോൾ ഈ 3 ആഗ്രഹം 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതാണ് എങ്കിൽ ആ തരത്തിലുള്ള കാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 ആഗ്രഹം 1 മാസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. സോ മാനിഫെസ്റ്റിംഗ് എങ്ങനെ നടത്തുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ഉള്ളതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. എക്സാമ്പിൾ പറയാം, 2025 അവസാനിക്കുന്ന മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആഗ്രഹം ഒരു ബെൻസ് കാറ് വാങ്ങുക എന്ന് വെച്ചോളൂ. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അത് തന്നെ ആഗ്രഹമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഈ ബെൻസ് കാറ് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചതുപോലെ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ചുമ്മാ ഒരു ഡെഡ് ലൈൻ ഞാൻ പറയുകയാണ്. നവംബർ 23 ഇന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബെൻസ് ഈ ക്ലാസ് വാഹനം ഞാൻ വാങ്ങിച്ചു, അതിനെ പ്രപഞ്ചശക്തിക്ക് നന്ദി. ആ ഒരു വാഹനത്തിലാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. പ്രപഞ്ചശക്തിക്ക് നന്ദി, ദൈവത്തിന് നന്ദി. ഇത്രയും മനോഹരമായിട്ടുള്ള വാഹനം എനിക്ക് വാങ്ങാൻ സാധിച്ചതിനെ പ്രപഞ്ചശക്തിക്കും ദൈവത്തിനും നന്ദി. സോ ഈ തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 3 ആഗ്രഹം എടുക്കുക, ആ 3 ആഗ്രഹം ഇന്ന് ലഭിച്ചതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് അഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു പോർട്ടൽ ഓപ്പണിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സമയത്ത് നമ്മുടെ യൂണിവേഴ്സൽ ബേസ് ചെയ്തുള്ള ഒരുപാട് ഊർജത്തിൻ്റെ ഒഴുക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻ വളരെ വേഗം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന സമയമാണ്. അവിടെ എനർജിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം സംഭവിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വരും. ആ ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ലെവലിലായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എത്ര വലിയ ഹൈ ലെവലിലുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലുള്ള ആഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എപ്പോഴും ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.